ആ ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. വെള്ളത്തിനകത്ത് എന്ത് പാടാ അവിടെ? ചള്ളയെ കയറ ഇവിടെ പനിയും പിടിച്ച്. അപ്പം പിന്നെന്താണ് വിശേഷം? മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരുടെ അവിടെ? ഇവിടെ നല്ല മഴയായിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് അതെ, ഇങ്ങനെ മഴയല്ലേ, മുറ്റത്തിറങ്ങി എന്ത് ചെയ്യാനാ, ഇങ്ങനെ മടിച്ചിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. എന്താണ് വിശേഷം? അപ്പം ഞാൻ ഏതാണ്ട് ഇന്നലെ പറയണമെന്ന് വിചാരിച്ചാൽ അതങ്ങ് മറന്നുപോയി. നമുക്ക് വിറവില്ല. വിറവിൻ്റെ ആ ഉണങ്ങി നിൽക്കുന്ന ആ വേട്ടം വെട്ടുവാണ്. അയ്യോ, ഞാനിത് കൊച്ചിൻ്റെ പുറകെ പോയി ഇത് മുറിച്ചിടുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന കൂട്ടുകാർ. അപ്പം ഞാൻ ചക്കി ആ പോകുന്നതാണെന്ന് ഞാൻ ആ വീഡിയോയുടെ പുറകെ പോയില്ല. അപ്പം അങ്ങനെ ആങ്ങളെയും പെങ്ങളോട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവർ അപ്പയുടെ ഫോണിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കേട്ടോണ്ട് ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ അവളാണ് ഇറങ്ങി ഇങ്ങനെ വെളിയിൽ ചാടാൻ കിടന്ന് പിടിക്കുക. അപ്പോൾ അവനാണെ വിടാതെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അവൾക്കാണെ മുറ്റത്ത് ചാടി പോകണം, പെരയിലങ്ങ് ഇരിക്കാൻ വയ്യ, അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനവിടെ ആങ്ങളെയും പെങ്ങളോടെ ഗുസ്തി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നടന്നു പോകുന്നെങ്കിലും പുറകെ ഒരാൾ വേണം, വീഡിയോ എല്ലാം ചെയ്താൽ അറിയില്ലല്ലോ. അപ്പോൾ അതിനവളെ പിടിച്ചവിടെ വെച്ചോണ്ടിരിക്കുക. ഓ, രാവിലെ ഇച്ചിരി ചോറ് തിന്നാന്ന് പറഞ്ഞു. രാവിലെ എന്തുവാ തിന്നേന്ന് ഇങ്ങനെ ഓർത്തിട്ടോ പിന്നെ ചോറ് തിന്നു. അപ്പോഴും കൂട്ടുകാരെ, ഞാനും ഏട്ടനും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമെന്ന് വെച്ച് കുഞ്ഞുങ്ങൾ അപ്പുറത്തെ ആഹാരത്തിൽ അവർ കഴിക്കുന്നവർ അങ്ങനെ ഞങ്ങളും ചോറെടുത്ത്. ചോറിന് നമുക്ക് എന്താണ് വഴുതനങ്ങ തീയൽ, ഉണക്കമീൻ വറുത്തതും, ഉരുളക്കിഴങ്ങ് ഉള്ളിയിട്ട തീയലും അച്ചാറുമാണ് കറി കേട്ടോ. അത് പിന്നെന്താണ്, നമുക്ക് എന്താ പറയുക, നമ്മൾ സഹകരിച്ചവരോടോ അല്ലെങ്കിൽ നമ്മൾ മിണ്ടരോടോ നമ്മൾ എത്ര സത്യസന്ധത പറഞ്ഞാലും അതായിരിക്കില്ല അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് അവരുടെ കൂട്ടുകാരെന്താണോ പറയുന്നത്, അതിന് കള്ളവായാലും അല്ലാതായാണെങ്കിലും ആ പറയുന്നതാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതങ്ങനെ വരൂ. എന്താന്ന് പറഞ്ഞാൽ അവർ നേരത്തെ തൊട്ടുള്ള കൂട്ടുകാരല്ലേ. അതിൽ ഇന്നലെ പോലെ വന്ന നമ്മൾ എത്ര സത്യം പറഞ്ഞാലും അത് സത്യമാവണമെന്നില്ലല്ലോ. അപ്പോൾ അതെന്താ ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് അറിയാവുന്നവർക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. മതി, നമുക്ക് ചിലരുടെയൊക്കെ മാറ്റങ്ങൾ നമുക്ക് കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോഴും അറിയാമല്ലോ. നമ്മൾ രഹസ്യമായിട്ട് അവരോടത്ത് പറയുന്ന കാര്യങ്ങൾ അത് പുറത്തോട്ട് മറ്റുള്ളവരോട്ട് പറയുന്നിട്ട് പറയും, ഞാൻ ആരോടും പറയില്ല, എന്നോട് പറയുന്ന രഹസ്യങ്ങൾ എന്നിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ എന്ന് പറയും. പക്ഷേ ആ പറയുന്ന ആൾ നമ്മുടെ അടുത്ത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ മറ്റുള്ളവരോട് പറയുന്നുണ്ടെന്നുള്ളത് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ തന്നെ തിരിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പം നമ്മൾ പോലും പറയാത്ത കാര്യങ്ങളാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്കന്നേരം മനസ്സിലാകും നമ്മൾ അതിനു മുമ്പേ സഹകരിച്ചിരുന്ന ആരാണോ ആ വ്യക്തിയുമായിട്ട് ഈ വ്യക്തിക്ക് നല്ല സഹകരണം ഉണ്ടെന്ന് നമുക്കതിൽ മനസ്സിലാവും അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിന് വേറൊന്നുമല്ല, ഞാൻ പോലും അറിയാതെ എൻ്റെ നമ്പർ വെച്ച് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ച് ഒരാൾക്ക് കൊടുത്തു, ആ കൊടുത്തവരിൽ നിന്നാണ് ആ നമ്പർ മാറിപ്പോയത്. അപ്പം പിന്നെ നമ്മളതിലെങ്ങനെ വിശ്വസിക്കുന്നു? അപ്പോൾ അവർ പറയുന്നത് നല്ല ഉള്ള ദിവസം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പുട്ട് ഉണ്ടാക്കി കൊടുത്തത്, ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കി കൊടുത്തേ. ഡി പഴം വേണോ? പഴം ഇല്ലെന്ന് തോന്നില്ലേ, പഴം എല്ലാം നീ ഇരിഞ്ഞ് ചെയ്തില്ലേ? ഇച്ചിരി എളുപ്പമുണ്ടോ? ഈ വിശേഷങ്ങൾ ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. മുടിയൊക്കെ വരുന്നു. പിന്നെയും പനി അടിച്ച് തണുപ്പായുണ്ടായിരിക്കും, മഴയും തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. നമുക്കൊക്കെ ചൊറിച്ചില്ല കേട്ടോ. പിന്നെന്താണ് വിശേഷം പിള്ളേരെ? ചുന്തിരിക്കോ, അതെ ചുന്തിരി, നിങ്ങൾ വീട്ടിൽ പോവാന്നോ? എൻ്റെ പൊന്നാനെ ഇവിടെ നിൽക്കും 2 ദിവസം. പൊന്നാനെ നീ മാക്കറി കൊച്ച മുടിയൊക്കെ ചീവി ചെയ്യുന്നുണ്ട്, അത് വരി കെട്ടി വെച്ചൊക്കെ കൊണ്ടുപോകാനുള്ളതിന്. ചക്കിപ്പൊന്നെ
ചക്കി ഇങ്ങോട്ട് നോക്കിയടി. ഡി ടാറ്റാ ടാറ്റാ. അമ്മക്ക് ടാറ്റ തന്നെ. ടാറ്റ തടാ. അനന്ത് നിനക്കും ടാറ്റ തന്നടാ. നിനക്കും ടാറ്റ തന്നടാ. വരുന്നില്ലേ ചാച്ചിയെ കൊണ്ടുവന്നില്ലേ? ഇല്ല ചാച്ചി വരണ്ട. ടാറ്റ 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 അപ്പൊ ടാറ്റ തായോ? ഇല്ല അത് അവൾക്ക് തോന്നും. ഇങ്ങോട്ട് അവനെ നോക്കി ഇങ്ങോട്ട് നോക്കിയേ. അവരച്ഛനൊക്കെ പോവുക. 2 ദിവസം കഴിഞ്ഞ് വാൻ പറഞ്ഞ പ്രാന്തന്മാര് കേൾക്കത്തില്ല. അയ്യാ അയ്യാ അയ്യാ. ഞായറാഴ്ച കൊച്ചിനെ തള്ള വിട്ടിട്ട് അവൻ വേണമെങ്കിൽ ചാടും. ടാറ്റാ. എന്നാ പോയി അച്ഛ ഇങ്ങോട്ട് വേടച്ച മൂസന്റെ സമയത്ത്. ടാറ്റാ ചക്കിപ്പെണ്ണ ടാറ്റാ ടാറ്റാ. ഓ അവക്ക് തോന്നണം. അവക്ക് നോട്ടം കണ്ടോ? അങ്ങനെ ചക്കിയൊക്കെ പോയി. ഇവിടെ ഫോണൊക്കെ തണുക്കാൻ ലൈറ്റും ഒക്കെ വെച്ചിട്ട് ഇവിടെ ഉറങ്ങിയിരിക്കുന്നത്. എന്ത് വാക്കളെ ഇവിടെ കമ്മ ഞാൻ ഇവനെ ഉറക്കത്തിൽ പോയിരുന്നു. അമ്മയുടെ സ്വത്തേ അമ്മയുടെ സ്വത്തേ. കിച്ചന്റെ കോപ്രായം എടുക്കുവാൻ വീഡിയോ ആയിരുന്നു. എന്റെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് തന്നെ ഇരുന്ന് ഇങ്ങനെയൊക്കെയാണ് വീട്ടുകാർ ചില സമയങ്ങളിൽ. കിച്ചുമോനാണെങ്കിൽ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് തെളിഞ്ഞ് ഇങ്ങനെ എണീറ്റിരിക്കും. ചിലപ്പോൾ ചിണുങ്ങും, ചിലപ്പോൾ അങ്ങനെ ചരിഞ്ഞു കിടന്നുറങ്ങും. ഉറക്കത്തിൽ എനിക്ക് തോന്നുന്നവന് ഒരു കുറേ ഉറക്കത്തിനെക്കാട്ടി കൂടുതൽ അവൻ എണീറ്റിരിക്കുന്ന സ്വഭാവമാണ്. പിന്നെ കൂടെ കിടക്കുന്നവരെ ചവിട്ടും അടിയും തൊഴിയും ആ ഒരു സംഭവങ്ങളാണ്. കൂടെ കിടക്കുന്നവർക്ക് ശരിക്ക് കിട്ടും. അവന് ഞാൻ അപ്പൂപ്പനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൂപ്പനാവും കുഴപ്പമില്ല, എനിക്ക് ചവിട്ടുപിടിയും കൊള്ളാൻ വയ്യ. അവൻ്റെ കൂടെ ഒരാൾ കിടന്നാലേ അവനിങ്ങനെ നല്ലതായിട്ട് ഉറങ്ങുള്ളൂ. ഉറങ്ങിയാൽ തന്നെ അവൻ എണീറ്റിങ്ങനെ ഇരിക്കും. അപ്പോൾ കുറച്ച് മുമ്പേ കണ്ട വീഡിയോ അതാണ്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാനിവിടെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ കൊച്ചുമോൻ്റെ കോപ്രായങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെയാണ് ഉറക്കത്തിൽ കിടക്കുമ്പോൾ അവൻ എണീറ്റിരിക്കും കേട്ടോ. ചിലപ്പോൾ എണീറ്റിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്നു പോകാൻ പാലക്കൊണ്ട് ആരംഭിക്കും. അപ്പം നമ്മൾ പിടിച്ചവിടെ കിടത്തും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. അവൻ്റെ ഇറമ്പി കിടക്കണം നമ്മളൊരാൾ. ഞാനത് പറഞ്ഞപ്പോൾ എന്നെ വന്ന് നോക്കി നിൽക്കും കേട്ടോ. എൻ്റെ കുഞ്ഞിന് പനി പിടിച്ചു കേട്ടോ. അവന് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും പനി അവന് കിട്ടി അല്ലേക്കളെ. അപ്പോൾ അവനെ ഇന്ന് രാവിലെ അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പ എന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകാൻ. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു നമുക്കെന്നാൽ ചന്ദനപ്പള്ളിയിൽ പോകാം. ഓ ചന്ദനപ്പള്ളിയിലൊന്നും വേണ്ട, നിങ്ങൾ ദൂരെ ഏതെങ്കിലും ആശുപത്രിയിൽ പോകണമെന്ന്. അപ്പോൾ അപ്പം അത് തിരുവനന്തപുരത്ത് അപ്പം തന്നെ വേണ്ട ഒരു ആശുപത്രി പറഞ്ഞു. ഏട്ടൻ മിക്കവാറും നാളെ തിരിച്ച് പിന്നെ ആശുപത്രിയിൽ പോകേണ്ടി വരും കേട്ടോ. അയ്യോ ഇങ്ങനൊരിത് വേണ്ടാന്നടി, ഇത്രയും ഇത് കൊണ്ടുകൊണ്ട് തയ്യ ആർക്കെങ്കിലും കയറിപ്പെട്ടു. ബാ നമുക്ക് വിത്ത് നടാം. ബാ ഓടിയോ. നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പയറും വഴുതനയും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നടാം. അങ്ങോട്ടൊക്കെ തെളിച്ചെടുത്തോട്ടൊക്കെ. പക്ഷെ ഇല്ല ലെയർ ഇങ്ങനെ അങ്ങോട്ട് നല്ലതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ ചൂടല്ലേ ഡേനി ചേട്ടാ. അനത്തിലുണ്ടടി, ഞങ്ങൾ മുമ്പേ കണ്ടു. പക്ഷെ ഞാൻ ഇവളെ അങ്ങോട്ട് അടുപ്പിക്കാതിരുന്നതാ. നിങ്ങൾ ചിലപ്പം അതാ വിചാരിച്ചാണ്. വീണ്ടും നമ്മുടെ
കുഞ്ഞിപ്പാക്ക് പഴുത്തത് കണ്ടോ? അന്ന് ഇത്രയും പഴുത്തിട്ടില്ലായിരുന്നല്ലോ. കണ്ടോ? രണ്ടെണ്ണം വെച്ച് കുഴിച്ചു വെക്കല്ലേ. ഒറ്റ തയ്യലാണ്. അതിനിടയ്ക്ക് ഒരു പച്ചമുളക് നട്, വഴുതന തന്നെ വെക്കാതെ. എടി കൊച്ചെ പച്ചമുളക് കൊണ്ട് നിറയെ വെച്ചേ. ഇത് എവിടെ നിന്ന് അമ്മയ്ക്ക് തൈ കിട്ടിയേ? ഞാൻ പച്ചമുളകിൻ്റെ തയ്യേ ഇല്ലായിരുന്നു. പച്ചമുളകിൻ്റെ തൈ നമുക്കില്ലായിരുന്നു. ഇത് കുഴിയാണോ? അങ്ങോട്ട് പോയ പട്ടി അത് വലിച്ചു കളി. ഇങ്ങോട്ട് വാ. എന്നിട്ട് ആ ഭാഗം അങ്ങോട്ട് തെളിച്ചിടം പോകും. കാടുള്ളടോ വന്നാലും അതങ്ങ് നട്ടാൽ മതി, പിന്നെ അങ്ങ് ശരിയായിക്കോളും. പിന്നെ അയ്യോ എന്തൊരു ചിത്താന്തോ. ആ നിങ്ങളുടെ അച്ഛൻ എന്ത് പടി? നിങ്ങളുടെ അച്ഛന് ചുമ്മാതെ വഴുതനയും കൂടോ നട്ടേ? അത് ഇട്ടത് നട്ടേ. ആ ഓ ആ കൊന്നക്കമ്പൊക്കെ മുറിച്ചിട്ടുണ്ട്. അവിടോട്ടൊക്കെ നട്, തെളിച്ചിട്ടെടുത്തോട്ടൊക്കെ. ആ കൊന്നക്കമ്പ് മുറിച്ച് കളഞ്ഞാൽ മതി പിന്നെ എപ്പോഴും സമയം പോലെ. എന്നാലും അതങ്ങ് ആയിക്കോളും. എവിടെ? ഓ അങ്ങ് കാടാ. ശരി, എന്നാൽ പച്ചമുളക് ഒന്ന് അവിടെ നട്. ഓ വെള്ളം കയറുന്നതാ. എന്നാലും വെണ്ടത്തെ നട്ടേറിയുണ്ട് ചേട്ടാ. ഇതിനെ കളയുന്നേ. കണ്ട് ഈ പാവലിന് കണ്ട് ഇതൊന്ന് കുത്തിട്ട് ആ പാവൽ ഇതിലോട്ട് കയറ്റുള്ളൂ. ഓണ്ടടാ പാവയ്ക്ക വിളഞ്ഞു കിടക്കുന്നതാ. മാറ്റി കുത്ത്. കണ്ട അതിന്റെ കവട്ട മൊത്തം ഒടിച്ച് കളഞ്ഞു. പിന്നെ നിങ്ങൾ മാറ്റി കുത്തിന് ചേട്ടാ. ആ കൊന്നയുടെ 5-6 കമ്പ് വെട്ടിയിട്ടാ വേണം ഇതിനൊരു പന്തലിടാൻ.